സാന്ത്വനം 2 പ്രമോ റിവ്യൂവാണ് പറയുന്നത്. അങ്ങനെ നമ്മളെ അച്യുതനാണെങ്കില് അനന്തന്റെ അടുത്ത് ഒരുപാട് മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ. "എന്റെ മോനെ അപ്പം ഏട്ടൻ തല്ലിയോണ്ടാണ് എനിക്ക് ആ സമയത്ത് വിഷമം വന്ന് ഞാനൊരു ആട്ടിനെ അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ അനന്തൻ പറയുന്നുണ്ട്, "നീ നിന്റെ മോനെ തല്ലി വളർത്താത്തതുകൊണ്ടാ ഈ പ്രശ്നം ഇത്രയൊക്കെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ." ആ സമയത്ത് നമ്മളെ ധർമ്മൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളെ അച്യുതൻ പറയുന്നുണ്ട്, "ഏട്ടാ നമുക്ക് ധർമ്മനിക്ക് ഒരു കടയൊക്കെ ഇട്ട് കൊടുത്താലോ?" എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കില് നമ്മളെ അനന്തൻ പറയുന്നത്, "ആ നമുക്ക് കട ഇട്ട് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ." ആ സമയത്ത് നമ്മളെ ധർമ്മനാണെങ്കിൽ ഒഴിഞ്ഞ് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. "വേണ്ട എനിക്കിപ്പോ കടയൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരത് മൈൻഡൊന്നും ചെയ്യുന്നില്ല. അവര് ഇങ്ങനെ കടയിട്ട് കൊടുക്കാന്നൊക്കെയുള്ള തീരുമാനത്തില് നമ്മളെ അച്യുതനും ആനന്ദനും കൂടെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ ദേവിയെ കാണാൻ വേണ്ടി ദേവാനാണെങ്കിൽ ദേവിയെ കാണാൻ വേണ്ടി കടയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്ത് നമ്മളെ ദേവിയാണെങ്കിൽ ആകാശിന്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ എടുത്ത് കൊടുത്തിട്ട് കടയിലത്തേക്ക് സാധനം മേടിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ദേവിയാണെങ്കിൽ അവിടുന്ന് എണീറ്റ് പോകുന്ന സമയത്ത് നമ്മളെ ഉദയഭാനു ആണെങ്കിൽ ആ മേശ ഡ്രോയൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഒരുപാട് പൈസയൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഉദയഭാനു ആണെങ്കിൽ ആ പൈസ എല്ലാം എടുത്തോണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതാണെങ്കിൽ നമ്മളെ ആനന്ദാണെങ്കിൽ ഇതെല്ലാം മൊബൈലിൽ കൂടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ആനന്ദിന് മനസ്സിലായിട്ടുണ്ട് നമ്മളെ ഉദയഭാനുവാണ് കള്ളൻ എന്നുള്ള കാര്യമൊക്കെ നമ്മള് ആനന്ദിന് മനസ്സിലായി കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മള് ഗോമതി ആണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രന്റെ അടുത്ത് പറയുന്നുണ്ട്, "ബാലേട്ടാ എനിക്ക് പേടിയാവുന്നു. അവനാണെങ്കിൽ ഇനി നമ്മളെ മോളെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ എനിക്ക് പേടിയുണ്ട്. നമുക്ക് കൊണ്ടൊരു കേസ് കൊടുത്താലോ?" എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഗോമതിയും ബാലേന്ദ്രനും അനുവാണെങ്കിലും കൊണ്ട് കേസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മളെ പോലീസാണെങ്കില് നമ്മളെ അലോകിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ അലോകിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ. അങ്ങനെ പോലീസ് വന്നിട്ടാണെങ്കിലും അച്യുതന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടുത്തെ അലോകിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് സ്ത്രീപീഡനം, വിശ്വാസവഞ്ചനയൊക്കെ ഉള്ള കേസൊക്കെ ഉണ്ട്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ അലോകാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനൊക്കെ വേണ്ടിയൊക്കെ ശ്രമിച്ചൊക്കെ ഇറങ്ങി ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പോലീസാണെങ്കിൽ അലോകിനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ അങ്ങനെ നമ്മളെ അലോകിനെ ആണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ സമ്മതിക്കുന്നൊന്നുമില്ല. അങ്ങനെ പിന്നെ പോലീസ് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അലോകിനെ. പിന്നെ ആണെങ്കിൽ നമ്മളെ അച്യുതനാണെങ്കിൽ ബാലചന്ദ്രനായിട്ട് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, "നോക്കി ഇന്ന് ഉച്ചയ്ക്കകത്ത് വെച്ച് ഞാൻ എൻ്റെ മോനെ ഞാൻ ഇറക്കിക്കൊണ്ട് വരും. അതിനുശേഷം എനിക്ക് നിന്നെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ബാലചന്ദ്രനെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.